ബാക്ക് ടു യൂട്യൂബ് ചാനൽ മീ നസ്മി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഉഗ്രൻ സ്കിൻ കെയർ റെമഡി ആയിട്ടാണ്. അപ്പോൾ ഈ സ്കിൻ കെയറിന് വേണ്ടത് വെറും മൂന്ന് ഐറ്റംസാണ്. അത് നമ്മുടെ വീട്ടിൽ സുലഭമായി കിട്ടുന്ന മൂന്ന് സാധനങ്ങൾ. അപ്പോൾ ആ മൂന്ന് സാധനങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് ഉലുവ, പിന്നെ ഒന്ന് മഞ്ഞൾ, പിന്നെ വേറൊന്ന് കറ്റാർ വാഴ. ഇത് മൂന്നും എല്ലാവരുടെയും വീട്ടിലുണ്ടാകില്ലേ? കറ്റാർ വാഴയായിട്ടില്ല എന്നുണ്ടെങ്കിലും കറ്റാർ വാഴ ജെല്ലെങ്കിലും ഉണ്ടാകില്ലേ? അപ്പോൾ അത് വെച്ച് ചെയ്യാവുന്ന നല്ലൊരു നൈറ്റ് ക്രീമായിട്ട് നമുക്ക് യൂസ് ചെയ്ത്, ഞാൻ നൈറ്റാണ് ക്രീം യൂസ് ചെയ്ത് കിടക്കില്ല. അപ്പോൾ നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെമഡിയാണ് ഇത്. ഞാൻ പണ്ട് തൊട്ടേ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതൊന്നുമല്ല. ഞാൻ ഈ അടുത്ത് ഒരു വീഡിയോ ഇങ്ങനെ കണ്ടായിരുന്നു. അപ്പോൾ ഉലുവയല്ലേ, ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മുടെ സ്കിന്നിനായാലും ഹെയറിനായാലും ഒക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഉലുവ ഒന്ന് കുഴപ്പമില്ല, നല്ലതാണ്. പിന്നെ മഞ്ഞളുടെ ഗുണങ്ങളെ പറ്റി പിന്നെ പറയണ്ടല്ലോ, ഒരുപാട് ഗുണങ്ങളുള്ളതല്ലേ. അപ്പോൾ അതും ഓക്കെ. പിന്നെ വരുന്നത് എന്താ? കറ്റാർ വാഴ, അതും നല്ലതാണ്. എന്നാൽ പിന്നെ ഈ സംഭവം ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വിചാരിച്ച് ഫസ്റ്റ് ഡേ ഞാൻ എന്താക്കി, എൻ്റെ ഫേസിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ഡേ ഞാൻ എൻ്റെ കയ്യിലും അതുപോലെ കാലിലും കഴുത്തിലൊക്കെ ഒന്ന് തേച്ച് നോക്കി കേട്ടോ. പിറ്റേ ദിവസം രാത്രിയാണ് തേച്ച് കിടന്നേ. പിറ്റേ ദിവസം രാവിലെ എന്തെങ്കിലും ചൊറിച്ചലോ വല്ല ഇറിറ്റേഷൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മുഖത്ത് പാണ്ടും ചുട്ടൊന്നാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇട്ട് കിടന്ന് പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്താക്കി, പിറ്റേ ദിവസം അത് ഞാൻ എൻ്റെ മുഖത്ത് തന്നെ ഇട്ട്. അങ്ങനെ ഒന്നരാഴ്ചത്തോളം നോക്കി കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിച്ച് എനിക്ക് ഓക്കെ ആയി തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഉലുവയ്ക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ സ്കിന്നിനായാലും ഹെയറിനായാലും എന്നൊക്കെ. നമ്മുടെ സ്കിന്നിന് ഉലുവ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? നമ്മുടെ സ്കിന്നിൽ വരുന്ന മുഖക്കുരു മാറാനും കറുത്ത പാടുകൾ, അതുപോലെ കുറേ ചുളിവുകൾ വരില്ലേ, അതൊക്കെ നീക്കാനായിട്ട് ഉലുവ ഒരുപാട് നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല ക്ലീനാക്കി വയ്ക്കും. നമ്മുടെ സ്കിന്നിലുള്ള എല്ലാം ഈ ഓരോ നല്ല സാധനങ്ങൾ അങ്ങനെ ഓരോ നമ്മുടെ സ്കിന്ന് എപ്പോഴും നല്ല ക്ലീനായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഉലുവയിൽ ഡയോസ്ജനിൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ ആ ഡയോസ്ജനിൻ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഉലുവയ്ക്ക് ഈ ആൻറ്റി ബാക്ടീരിയൽ അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ കാരണം നമ്മുടെ സ്കിന്നിൽ വരുന്ന അലർജി ഇൻഫെക്ഷൻസൊക്കെ ഒരു പരിധി വരെ തടയാൻ ഉലുവയ്ക്ക് കഴിയും കേട്ടോ. അതുപോലെ തന്നെ ഉലുവയിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഒരു എക്സ്ട്രാ ഗ്ലോ നമ്മുടെ സ്കിന്നിന് തരാനും ഉലുവയ്ക്ക് പറ്റും. പിന്നെ ഈ ഉലുവ ഇപ്പോൾ നമ്മൾ പേസ്റ്റ് ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫേസ് മാസ്ക് ആയിട്ട് തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഈ ജോലിക്കൊക്കെ പോകുന്നവർ അല്ലാന്നുണ്ടെങ്കിൽ അവർ തിരക്കുള്ളവരും ഇങ്ങനെ കോളേജിലൊക്കെ പോകുന്നവർക്ക് ഫേസ് മാസ്ക് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം? ഈ ഉലുവ തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം ഉണ്ടാവില്ലേ, അത് നല്ലപോലെ തണുത്ത ശേഷം അത് വെച്ച് മുഖം കഴുകുക കേട്ടോ. അങ്ങനെ ചെയ്താലും മതി. അങ്ങനെ എങ്ങനെ ചെയ്താലും ഉലുവയില്ലേ സാധനം നല്ല ഗുണങ്ങളാണ്. അടുത്തൊരു സാധനം മഞ്ഞളാണ്. മഞ്ഞളിനെ പറ്റി ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ. പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന എല്ലാവരും ഈ നമ്മുടെ സ്കിൻ ഗ്ലോയ്ക്കും അതുപോലെ തന്നെ സ്കിന്നിൽ വരുന്ന ഓരോ അലർജിയൊക്കെ മാറാനൊക്കെ പണ്ട് മുതലേ യൂസ് ചെയ്ത് വരുന്ന ഒന്നാണ് മഞ്ഞൾ. അത് പച്ചമഞ്ഞളായിക്കോട്ടെ കസ്തൂരി മഞ്ഞളായിക്കോട്ടെ ഏതായാലും മഞ്ഞളല്ലേ, ഗുണങ്ങളൊക്കെ ഒരുപോലെ തന്നെയാവും. പിന്നെ അതുപോലെ ഒന്നും കൂടെ ഞാൻ പറഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള മുഖക്കുരു മാറാനും കരിവാളിപ്പൊക്കെ മാറാനും ഒക്കെ നല്ലൊരു സാധനമാണ് മഞ്ഞൾ. പിന്നെ നമ്മൾ വേറെ എടുത്തിരിക്കുന്നത് കറ്റാർ വാഴയാണ്. കറ്റാർ വാഴ എപ്പോഴും നമ്മുടെ സ്കിന്നിന് നല്ല സോഫ്റ്റ് ആക്കാൻ സഹായിക്കുന്ന ഒന്നാണ് കറ്റാർ വാഴ. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് വരുന്ന മുഖക്കുരു ചൊറിച്ചിലും അതുപോലെ റെഡ്നെസ്സും ഒക്കെ ഇല്ലേ, അതൊക്കെ മാറ്റാൻ കറ്റാർ വാഴ ചില്ല് നല്ലൊരു ഉഗ്രൻ റെമഡിയാണ് കേട്ടോ. പിന്നെ ഇതിലെല്ലാം ഉപരി കറ്റാർ വാഴ നമ്മൾ ഡെയിലി യൂസ് ചെയ്താൽ നമ്മുടെ
യുവത്വം നിലനിർത്താൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണ് ഈ കറ്റാർവാഴ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ഐറ്റംസിനും നല്ല ഗുണങ്ങൾ, നല്ല ബെനിഫിറ്റ്സ് ഉള്ള സംഭവമാണെന്ന് അറിഞ്ഞല്ലോ. അപ്പോൾ ഇനി എന്താണ് ഈ ക്രീം എന്നുള്ള അറിയണ്ടേ? അപ്പോൾ അതിനായിട്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഈ ക്രീം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനായിട്ട് ഞാനടുത്ത് ഇവിടെ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തിയിട്ടാണ് അത് ഒരു ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ അരച്ച്, അധികം പേസ്റ്റ് ആക്കുന്നില്ല, ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വയ്ക്കുന്നുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ശേഷം നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് തണിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതാ അങ്ങനെ ഒരു കപ്പിലാണ് കൊണ്ടത് നല്ലപോലെ അതിൻ്റെ വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ. നമുക്കത് തീർത്തും ആക്കി ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ. ഞാനിതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ വിചാരിച്ചിട്ട് സെപ്പറേറ്റ് അങ്ങനെ ആക്കി വെച്ചതാണ്. പിന്നെ ഞാനിവിടെ അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഇത് പിന്നെ എടുക്കേണ്ടത് ഞാനെടുത്ത രീതി ഞാൻ പറഞ്ഞുതരാം. ഞാൻ 3 സ്പൂൺ ഉലുവ എടുത്ത് അതിലേക്ക് 1 സ്പൂണ് മറ്റേ മഞ്ഞൾപ്പൊടി, നല്ല മഞ്ഞൾപ്പൊടി ഉള്ളതുകൊണ്ട് ഞാൻ ആ മഞ്ഞൾപ്പൊടി തന്നെയാട്ടോ ചേർത്തത്. അതും ചേർത്തിട്ട് നല്ലപോലെ ആക്കി എടുക്കുകയാണ് ചെയ്തത്. പിന്നെ അലോവേര ജെല്ല് നമ്മൾ എടുത്തിരിക്കുന്നതിൻ്റെ ഇതനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഞാനിതാ ഒരു പാത്രത്തിലാണ് എടുത്തത്. ഇതാ നല്ലപോലെ ക്രീമാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫേസിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനെപ്പോഴും എൻ്റെ ഫേസിൽ ഇടുന്നതൊക്കെ അങ്ങനെ തന്നെ എൻ്റെ കഴുത്തിലും ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കഴുത്തിലേക്ക് ഇട്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാം, ഞാൻ ഒരിക്കലും ഉറപ്പ് പറയുന്നില്ല ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ ഒരു ചേഞ്ച് ഉണ്ടാവും വിചാരിച്ചിട്ട് ആരും യൂസ് ചെയ്ത് നോക്കണ്ട. ഒറ്റ യൂസിൽ തന്നെ ഒരിക്കലും അത് ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്താൽ മാത്രമേ ഈ ഒരു ഇത് ചെയ്തുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാവും. ഒരിക്കലും ഒറ്റ യൂസിൽ നമുക്കൊരു മാറ്റം ഈ ഒരു ക്രീം കൊണ്ട് ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാവരും കണ്ടിന്യൂസ് ആയി ഇത് ചെയ്ത് നോക്കുന്നവരെന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയി ചെയ്ത് നോക്കിയവർക്ക് എന്തായാലും റിസൾട്ട് കിട്ടും, അതിന് ഞാൻ ഉറപ്പ് പറയാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.